പ്രവാസികളായിട്ടുള്ളവർക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലത്തെ ഉത്സവം. അപ്പൊ പിന്നെ ആരിക്കാൻ ഇത് മുഴുവൻ. അപ്പൊ 50 പേരുണ്ട്. 50 പേർക്കുള്ള ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അണിയറയിൽ ഇത് വാരി തിന്നുകൊണ്ട് ചേട്ടൻ തന്നാലാവിധം സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബിരിയാണി നമ്മള് ഫൈനൽ സ്റ്റേജ് ആയി, ഇപ്പൊ കഴിക്കാൻ പോവാണ്. ഇതാണ് ഉഷേച്ചി, ചിരിക്കുടുക്കിയാണ്. പന്തല് കാണാൻ വേണ്ടിട്ട് അമ്പലത്തിന്റെ അടയ്ക്ക് വന്നേക്കാട്ടാ. നമ്മള് കുറുക്കഞ്ചേരി പൂയത്തിന്റെ തലേദിവസം വീട്ടിൽ വന്നിട്ട് ഇപ്പൊ പന്തല് കാണാൻ വേണ്ടിട്ട് അമ്പലത്തിന്റെ അടയ്ക്ക് വന്നേക്കാട്ടാ. അപ്പോ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഈ തലേദിവസം ഇങ്ങനെ പതുക്കെ എല്ലാവരും, പണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബന്ധുക്കളും തലേദിവസം തന്നെ എത്തും. അപ്പൊ എല്ലാവരും കൂടി ആടിപ്പാടി നടന്നപ്പോ എന്തോരം വഴിയുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് ഇവിടെ വരയ്ക്ക് അപ്പൊ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് ഇങ്ങനെ വന്ന് പന്തലൊക്കെ കണ്ട് കുറച്ച് സമയം ഈ മേളൊക്കെ കേട്ട് തിരിച്ചു പോകും. കുറെ സമയം ഇവിടെ ഇങ്ങനെ വെറുതെ നിൽക്കും. ഏറ്റവും പൂരത്തിന് വരുന്നതിനേക്കാളും കാവടി കാണാൻ വരുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ തലേദിവസം ഇങ്ങനെ നടന്നു വരാനാണ്. കുറുക്കഞ്ചേരി അമ്പലത്തിന്റെ 1-ാം നമ്പർ ഹാളിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ആദ്യമായിട്ടാണ് ഇത്ര കൊല്ലത്തിനിടയ്ക്ക് ഞാൻ ചമയം കാണാൻ വേണ്ടിട്ട് വരുന്നത്. അല്ല, ചമയം ഉണ്ടാവാറുണ്ട് തോന്നുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മുടെ ബാക്കിൽ ഈ കണ്ടമാനം ട്രോഫീസ് കാണാം. ഇവിടുത്തെ കാവടികൾക്കും അത് ഞാൻ ഇവിടുത്തെ ഇതിനൊക്കെ പകൽ കാവടി, ട്രോളിംഗ് ട്രോഫി, ഇങ്ങനെയൊക്കെ ഓരോ ഇതുണ്ട്. ഇത് ആദ്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഇത്രയും കൊല്ലായി, 21 കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട്. അതിന് മുന്നേ ചേട്ടനെ വിളിച്ചാ വരില്ല. തലേദിവസം പന്തല് കാണാൻ പോവാന്ന് പറഞ്ഞാ ചേട്ടന് ഇഷ്ടമില്ലേ വരാൻ? ഞങ്ങള് അമ്മയും അച്ഛനും കുന്തുരും ഞങ്ങളൊക്കെ കൂടി വരും. അപ്പൊ ചേട്ടന് തിരക്കിലേക്ക് വരാൻ ഇഷ്ടമില്ലാണ്ട് വരാറില്ലേ? കുറെ വർഷങ്ങളോളം നമ്മളിത് കാണുന്നുണ്ട്. പക്ഷെ ഈ ഇങ്ങനെ കപ്പുകൾ ഇരിക്കുന്നുണ്ട് ചേട്ടാ. ഞാൻ ഗംഭീരമായ കപ്പുകളാണ്. അവിടെ പുറത്ത് ഗംഭീരമായ ഒരു മേളുണ്ട് ഈ സമയത്ത്. തൃശ്ശൂർ പൂരത്തിന്റെ ഒക്കെ ചമയം വെച്ച് നോക്കുമ്പോ ഒന്നും അല്ലാട്ടാ. ചമയം കഴിയാറേ കുറുക്കഞ്ചേരി പൂയത്തിന്റെ തലേദിവസം തുന്തുരു ഭയങ്കര പണിയിലാണ്. ഭയങ്കര ഒരു രക്ഷയില്ല. കുറെ നാളായി കുറുക്കഞ്ചേരി പൂയം കൂടിയിട്ട്. ഒരു 4 കൊല്ലം ഉണ്ടാവും. 2019 പോയതല്ലേ, 2020 വരാറുണ്ട്. അതിന്റെ ഇടയിൽ പക്ഷെ പൂയത്തിന്റെ ടൈമിൽ വന്നിട്ടില്ല. പ്രവാസികളായിട്ടുള്ളവർക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലത്തെ ഉത്സവം. ഇപ്പൊ ഓണം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടത്തേനേക്കാളും ഗംഭീരമായിട്ട് പുറത്ത് ആഘോഷം നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ പൂരങ്ങള്, പെരുന്നാളുകളൊക്കെ വരുമ്പോ അതിൽ കൂടാൻ പറ്റാണ്ട്, അതുപോലെ തൃശ്ശൂർ പൂരം ഇതൊക്കെ കൂടാൻ പറ്റാണ്ട് വരുമ്പോ ഉള്ള ഒരു വിഷമമുണ്ടല്ലോ അല്ലേ? അപ്പൊ ഞാനിപ്പോ ഫേസ്ബുക്കില് ഞാട്ടൊരു പോസ്റ്റ് കണ്ടു 2016 ഇട്ടത്. അങ്ങനെ ഒരു കുറുക്കഞ്ചേരി പൂയം കൂടി മിസ്സായിന്ന് പറഞ്ഞിട്ട് അവര് ഇങ്ങനെ നമുക്ക് കാണിച്ചല്ലോ പണ്ടത്തെ പോസ്റ്റുകൾ ഷെയർ ചെയ്യാൻ പറഞ്ഞു. 2016 ഇട്ടു. അപ്പോൾ നാളെ അമ്മായിമാരൊക്കെ വരും. നമ്മുടെ ഇവിടെ ഓണത്തിനേക്കാളും, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ ഓണത്തിനേക്കാളും തൃശ്ശൂർ പൂരത്തിനേക്കാളും ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര പ്രധാനം ഈ കുറുക്കഞ്ചേരി പൂയാണ്. അപ്പോൾ ഇവിടെ അമ്മായിമാരൊക്കെ വരും. നാളെ ആരൊക്കെ വരും? ആന്റി ഇല്ല, ഉണ്ടാവുള്ളൂ അല്ലേ? സൗത്രമായി മൂത്ത അമ്മായി വരില്ല. അമ്മായിക്ക് വയ്യ തീരെ. രണ്ടാമത്തെ അമ്മായി പിന്നെ മരിച്ചുപോയി. താഴെയുള്ള ആന്റി ബോംബെയിലാണ്. അപ്പോ ആകപ്പാടെ വരാനുള്ളത് സുമതി അമ്മായി മാത്രം. പിന്നെ സുമതി അമ്മായിന്റെ മക്കളൊക്കെ വരുമായിരുന്നു. നാളെ ആരൊക്കെ വരുന്നു എന്ന് അറിയില്ല. അമ്പിളി തന്നെ സംഗീതം ഉണ്ട്. നാളെ മുടക്കായതുകൊണ്ട് എല്ലാവരും വരാം. അപ്പൊ പിന്നെ ആരിക്കാൻ നീ ഇത് മുഴുവൻ
അല്ല നാളെ മുടക്കായതുകൊണ്ട് എല്ലാവരും വരാൻ സാധ്യതയുണ്ട്. പിന്നെ വെങ്ങണിശ്ശേരിന്ന് അമ്മായി, സജി ചേട്ടൻ, അമ്പിളി ചേച്ചി എല്ലാവരും വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ അമ്മ. അപ്പൊ എന്തൊക്കെയാ നാളെ ഉണ്ടാക്കാൻ പോണു നീ? നാളെ അപ്പോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നു. എത്ര പേർക്ക് എന്നുള്ള ഒരു കണക്കൂട്ടൽ ചെയ്യണം? ഒരു 50 പേരുണ്ടാവും മിക്കവാറും. 50 പേരാ? അമ്മ അത്രയും പറഞ്ഞ 50 പേരുണ്ടാവും. അമ്മ അപ്പൊ ആരൊക്കെ വിളിച്ചിട്ടുണ്ടാവോ? അപ്പൊ 50 പേരുണ്ട്. 50 പേർക്കുള്ള ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇന്നിപ്പോ രാത്രി ഒക്കെ അരിഞ്ഞ് ഒക്കെ ഫ്രിഡ്ജിലേക്ക് വെക്കും. നാളെ പുലർച്ചയ്ക്ക് പാചകം തുടങ്ങും. ചിക്കനൊക്കെ മസാല ഇട്ട് ഞാൻ വെച്ചു. ചിക്കൻ അതിനിപ്പോ നാളെ ചെയ്യുമ്പോ കാണാം. ഫ്രിഡ്ജിലെടുത്ത് വെച്ചാ? ഫ്രിഡ്ജിൽ വെച്ച്. അല്ലേ നാളെ ഇനിയിപ്പോ അപ്പൊ എന്തൊക്കെ ചേർത്തിട്ട് വെച്ചാണ്? അതില് സിമ്പിളായിട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ കാശ്മീരി മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചൊറുക്ക, ഉപ്പ്, ഇത്രയും സാധനങ്ങളാക്കിയിട്ട് പരട്ടി ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചേക്കാം. ഇനിയിപ്പോ നാളെ അല്ലെങ്കിൽ പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇതൊക്കെ പണി കഴിയുമ്പോൾ എനിക്ക് പൂരം കാണാൻ പോകാൻ സമയം കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തോടെ എല്ലാം സെറ്റാക്കി വെച്ചു. അതെ, ഒരു കാര്യം പറയാൻ പറഞ്ഞു. നമ്മൾ ടെറസിന്റെ മുകളിലാണ് കേട്ടോ. നമ്മുടെ വീടിന്റെ സൗകര്യം അറിയാലോ, അടുക്കളയും ഒക്കെ സൗകര്യക്കുറവാണ്. നമ്മൾ പിന്നെ മുകളിലും ആയതുകൊണ്ടേ. അല്ലാച്ചെങ്കിൽ നമുക്ക് ഇങ്ങനത്തെയൊക്കെ പാചകം വരുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ചെയ്യാന്ന് വെച്ചെങ്കിൽ മുറ്റത്ത് അടുപ്പൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇഷ്ടിയൊക്കെ വെച്ചിട്ട് ഒരു വിറകടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ അരിയൊക്കെ വെക്കുക. പക്ഷെ ഇവിടെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. അടിയിലേക്ക് ഇറങ്ങാൻ ബാക്കിൽ നിന്ന് ഇറങ്ങാനായിട്ടുള്ള ഇതില്ല. അപ്പോൾ ഫ്രണ്ടിൽ കൂടെ ഇറങ്ങി സൈഡിൽ കൂടെ പോകാനും ഭയങ്കര പാടാണ്. ഇത്ര ഇടവഴിയുള്ള ചെരിഞ്ഞിട്ടാണ് അങ്ങോട്ടൊന്ന് പോകാനുള്ള ഒരു ഗ്യാപ്പുള്ളൂ. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെറസിൻ്റെ മുകളിലാണ് എല്ലാം ചെയ്യണത്. എനിക്കറിയണ്ടായിരുന്നില്ല ഇവിടെയാ ചെയ്യണേന്ന്. ഇവിടെയാണെന്ന് അറിഞ്ഞെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ലൈറ്റൊക്കെ കൊണ്ട് വന്നേനെ. അപ്പോൾ നമുക്കിവിടെ നല്ല വെളിച്ചത്തിൽ ലൈറ്റൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ബാക്കിൽ പിന്നെ വർണ്ണശബളമായ നേരം വെളുത്തു. നേരം പരപ്പരാന്ന് വെളുത്തു തുടങ്ങുള്ളൂ. ഒന്ന് അങ്ങോട്ട് കാണിച്ചാടാ. അപ്പൊ നേരം വെളുത്തു തുടങ്ങി. ഞങ്ങള് എണീറ്റു. ഇന്നലെ ഉറങ്ങാൻ വൈകി. പന്തലും ഇതൊക്കെ കണ്ടുവന്നിട്ടേ. അപ്പോൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ വറക്കലാണ്. അപ്പോൾ വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലാ? പാം ഓയിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ ചിക്കൻ ഇവിടെ ഇന്നലെ പറഞ്ഞില്ലേ കുറെ സാധനങ്ങൾ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാന്ന് പറഞ്ഞിരുന്നല്ലോ ഫ്രിഡ്ജിൽ. അതാണിത്. അണ്ടിപ്പരിപ്പിടുന്നു പതിവ് പോലെ. മുന്തിരി വറുത്തു വരുന്നു. പിന്നെന്തിട്ടാ വെച്ചിട്ടിരിക്കുന്നത്? പൂരപ്പറമ്പിൽ നിന്ന് നല്ല വാങ്ങിച്ചാ ഇല്ലേ മോനെ? ആയിട്ടില്ലേ? നമ്മുടെ വീടിന്റെ ടെറസിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ വളരെ നയനസുന്ദരമായ പച്ചപ്പും ഹരിതാഭയൊക്കെ നമുക്ക് കാണാം. പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ട, ഇതാണ് നമ്മുടെ മുരുകണ്ണന്റെയും കുമാരേശ്വരിയും വീട്. നമ്മുടെ അവരിത് വിറ്റു. പടുത്ത് വിറ്റു. കുറെ നാളുകൾ അവർ വിറ്റുണ്ടായിരുന്നില്ല, വാടകയ്ക്ക് കൊടുത്തേക്കായിരുന്നു. ഇപ്പൊ വിറ്റു. പിന്നെ അത് ബാലാമണീശ്വരി വീട്. അങ്ങനെയൊക്കെ നമ്മുടെ കൗൺസിലർ ഉണ്ട്, മുകേഷ് ഏട്ടൻ, ഇവിടുത്തെ കോർപ്പറേഷൻ കൗൺസിലർ. ആളുടെ വീടാണ് അത്. അടുപ്പാ ചിമ്മിണി കാണുന്നത്. പിന്നെ അവിടെ തൈപ്പൂയ ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് പാറപ്പുറം. നമ്മുടെ വീടിൻ്റെ അടുത്ത് പാലുണ്ടല്ലോ, എല്ലാവരും വന്നിരിക്കണം പാലം വർത്താനം പറയാൻ. അതുപോലെ ഞങ്ങളുടെ ഇവിടെ എല്ലാവരും വർത്താനം പറയാൻ. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾ, പിള്ളേരുകൾ അല്ലെങ്കിൽ വയസ്സായവർ അങ്ങനെയൊക്കെ വന്നിരിക്കണ പാറപ്പുറം. അതാണത്. അവിടെയാണ് ആനയ്ക്ക് പൂരം ഉച്ചയ്ക്ക് ഉണ്ടാവും. ഒരാനയ്ക്ക് ഇവിടുത്തെ കണ്ണംകുളങ്ങര, ഒരാനല്ല 3 ആന. ഇവിടെ ഇരുന്നാലാ? ഇതിവിടെ വന്നിട്ട് ഒന്ന് നോക്കി അടിയിലേക്ക് നോക്കിയേ. അവിടെ വന്നിട്ട് നോക്കാൻ പറ്റില്ല. ഇത് പിടിച്ചിട്ട് വേണമെങ്കിൽ ഞാൻ നോക്കാം. അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴേ നമ്മുടെ കാലിന്റെ ഇവിടെ നിന്ന് ഒരു പരിപ്പ് കയറും, ഒരു ചെറിയൊരു തരിപ്പ്, ഒരു പേടി. അപ്പൊ നിർത്തി നീക്കാം. പേടിയല്ലേ?
ഒരു വിറയല്. അതുപോലെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് പേടി തോന്നും. ഞാൻ ഇരിക്കുമ്പോഴും വിറയല് വരില്ല. പേടി തോന്നും. കാരണം വെച്ചാൽ നിങ്ങളെ ഇത് മാറ്റാനായിട്ട് വല്ല കാരണം എല്ലാവരും വന്നിട്ട് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ വന്ന് ഒരു തട്ട് തട്ടി കഴിഞ്ഞ് ചിലപ്പോൾ ഇടിക്കുമ്പോൾ ഞാൻ അടിക്കുക വീഴും. അപ്പൊ എൻ്റെ പേടി അത് ഞങ്ങളിലേക്ക് ഇവിടെ ഇരിക്കണവരിലേക്ക് പടർത്താണ് ചേട്ടൻ. പടർത്തല്ല, അവരെ ഇങ്ങോട്ട് മാറ്റാനായിട്ട് ഞാൻ പറയും ഓട്ടോമാറ്റിക്കായിട്ട്. ഇത്രയും അകലെ നിൽക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ല. അവിടെ തറ്റത്ത് നിൽക്കാൻ പറ്റില്ല. നമ്മൾ ഏത് നിമിഷം അങ്ങോട്ട് അടിയിലേക്ക് വീഴും എന്നുള്ളൊരു തോന്നൽ വരും. അതിപ്പോൾ ഞാനായിട്ട് ഉണ്ടാക്കുന്നതല്ല, അത് നമ്മളിപ്പോൾ ഉള്ള ആളുകളുടെ ഒരു ഇതാണ്. അതിനെ സെഡ് ബിയിലെ കണ്ട ഇവിടെ സ്വിമ്മിംഗ് പൂള് കാണുന്നുണ്ടോ? നോക്കിയാ ഒരു സ്വിമ്മിംഗ് പൂള് ഇവിടെ നിൽക്കാൻ ചേട്ടന് കുഴപ്പമില്ല അല്ലേ? ഇവിടെ അടിയിൽ തട്ടുണ്ടല്ലോ, അപ്പൊ ഇവിടെ നിൽക്കാൻ കുഴപ്പമില്ല. കാരണം ഒരു തടസ്സമുണ്ട് ഇവിടെ കണ്ട. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ കൂളായിട്ട് നിൽക്കണണ്ട. ഞാനേ പ്രാവ് കുളിക്കാൻ വന്നു. കുളിക്കാനാവില്ലേ? വെള്ളം കുടിക്കാൻ വന്നോ? വെള്ളം കുടിക്കുന്നത് പ്രാവ് വെള്ളം കുടിക്കും. എടുക്കാറായിട്ടില്ല. വണ്ടി പൈപ്പ് നോക്കുന്നില്ല. ചിക്കൻ വറുത്ത് പോരുന്നു. ഇനിയാണ് ചേട്ടന്റെ വർക്ക് തുടങ്ങാൻ പോകുന്നത്. ഇത് നല്ല മസാല ഇട്ട് വെച്ചാണേ ചിലപ്പോ ഒത്തിരി കൂടി ടേസ്റ്റ് കൂടും. ഉപ്പ് നോക്കിയാൽ ഉപ്പ് പിടി നോക്കാം, നീ ക്ഷമിക്ക്. അല്ല അല്ലെങ്കിൽ ഇപ്പൊ ഇടാം. ചൂടുണ്ട്. എവിടേക്ക് എടുത്തോണ്ട് പോണോ വട്ടയ്യ? മണ്ടയിലേക്ക് എടുത്തോണ്ട് വേണോ? ലെഗ് പീസ് നോക്കി പോയതാന്ന് തോന്നുന്നു ചേട്ടൻ. പുതിനല അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അണിയറയിൽ ഇത് വാരി തിന്നുകൊണ്ട് ചേട്ടൻ തന്നാലാവിധം സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞു. ശരി, അങ്ങനെ. അപ്പോൾ ചിക്കൻ വറക്കൽ കഴിഞ്ഞു. നമ്മൾ ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ആ ചിക്കൻ വറുത്ത ഓയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും. ഇതാണ് മസാല ഇടാൻ പോകുന്നത്. ഏലക്ക, കറുകപ്പട്ട, ഗ്രാമ്പു, പെരിഞ്ചീരകം, തക്കോലം, സബോള അരിഞ്ഞ് വെച്ചത് നേരയിലേക്ക് ഇടണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് വാടി കിട്ടും. നമ്മുടെ ഉരുളി ഇല്ലാത്തതുകൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. വെതറിട് വെറുതെ ഇടല്ല, വെതറിട്. ജഗ് ഇളക്കടാ. ഇളക്കല്ലേ അല്ല ഇളക്ക്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അടിച്ചത് ചേർക്കുന്നു. ഓ, ചേട്ടന് ചായ തരുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ആ വട്ടയിലത്തെ പകുതി ചിക്കൻ വറുത്ത് തിന്നു കഴിച്ചു. ഇത്രയ്ക്ക് ഗ്രേവി വേണ്ടി വരില്ല. തക്കാളി ഇടുകയാണ് സുഹൃത്തുക്കളെ. പക്ഷെ ബിരിയാണിക്ക് പകരം നമുക്ക് മീൻ കൂട്ടാനും അങ്ങനെ വെച്ചാൽ മതി. ചോറും ചിക്കനൊക്കെ അല്ലേ? ഞാൻ അതാ വിചാരിച്ചത്. കോഴി എന്നോട് അമ്മ ഇന്നലെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പോർക്ക് വേണമെന്നില്ല, ചിക്കനും ഒരു മീൻ കറിയും ചോറും വെച്ചാൽ മതി. മഞ്ഞപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. ഇതൊന്ന് ഇളക്കാം. കുറച്ചും കൂടി ഉപ്പിടുണ്ട്. ബിരിയാണി ഗ്രേവിൻ്റെ വേറൊരു മെയിൻ സാധനമാണ് തൈര്. അതൊഴിക്കുന്നുണ്ട്. ഇത് പുളി. അപ്പോൾ തൈര് ഒരു പാക്കറ്റ് ഒഴിച്ചിട്ടുണ്ട്. പുളിയുള്ള തൈര് നോക്കിയിട്ട് നമുക്ക് കൂടുതലും കുറവൊക്കെ ഒഴിക്കാം. ഗ്രേവി ഏകദേശം റെഡിയായി കഴിഞ്ഞുണ്ട്. അപ്പോൾ ഗ്രേവി റെഡി ഓഫ് ചെയ്തു. ഇതിൻ്റെ മുകളിൽ കുറച്ച്
മല്ലിയിലും കുറച്ച് കൂടുതൽ പുതിനയിലും വരി വിതറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൽ ചിക്കനായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അതിന് ആ ഉരുളിൽ നിന്ന് കാലിയാക്കിയിട്ട് വേണം. ഇതിലിട്ട് മിക്സ് ആക്കാൻ പറ്റില്ല. ഞാൻ ഗ്രേവി ഇതിലേക്ക് മാറ്റാൻ പോകട്ടെ. പാവഭാജിയുടെ കൂട്ടാം. ഈ ഉരുളിയിലേ ചിക്കൻ കൊള്ളില്ല, അത് കാരണം നമ്മൾ വലിയ ഉരുളിയിലേക്ക് മാറ്റി. ശരിക്കും തൃശ്ശൂർ മാത്രമേ ഇങ്ങനെ വെക്കുള്ളൂ, സെപ്പറേറ്റ് ആയിട്ട്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അതിൽ റൈസ് മറ്റേ കോരി ഇടില്ലേ, ഊറ്റി വെക്കില്ലേ, അങ്ങനെ ചെയ്യാം. ഈ ചിക്കൻ ഗ്രേവിയിൽ റൈസ് അങ്ങനെ ദമ്മിട് എന്ന് പറയില്ലേ, ഇതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ടിട്ട് കവർ ചെയ്യും. നമ്മൾ തൃശ്ശൂർ ഇത് സെപ്പറേറ്റ് വെക്കാതെ മാത്രം. നമ്മളിത് സെപ്പറേറ്റ് റൈസ് വേറെ വെക്കും. ചിക്കൻ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യട്ടെ. ഇതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചിക്കനായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് മൂടി വയ്ക്കാം. നമ്മൾ റൈസ് വയ്ക്കാൻ തുടങ്ങാൻ പോവാണ്. വെള്ളം വറ്റി. അപ്പോൾ നമ്മൾ ഡാൽഡ ഇടാൻ പോവാണ്. കുറച്ച് ചിക്കൻ വറുത്ത ഓയിലും കൂടി. ഇതൊന്ന് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ഒന്ന് പൊട്ടി കഴിയുമ്പോൾ സവാള ഇടാൻ പോണു. കുറച്ച് സവാള, ഒരു 3 സവാള ഉള്ളൂ. ഇത് സിമ്പിൾ ബിരിയാണി കേട്ടോ, സിമ്പിൾ ബിരിയാണി, നാടൻ ബിരിയാണി. അല്ലാണ്ട് സഫയറിലെത്തിയോ അല്ലെങ്കിൽ മറ്റേ കോഴിക്കോടത്തെ പാരഗണിലെത്തിയ പോലെ പ്രതീക്ഷിക്കരുത്. നീ കോഴിക്കോട് പാരഗണിലത്തെ പൈനാപ്പിൾ പീസ് കേട്ടോ, പാരഗണിലത്തെ ബിരിയാണി കഴിച്ചിട്ടുണ്ടോ നീ? കോഴിക്കോട് കഴിച്ചിട്ടില്ലേ അല്ലേ? ദുബായിലത്തെ കഴിച്ചിട്ടുണ്ടെന്നുണ്ട്, ഓർമ്മയില്ല. ദുബായ് കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില. ഇനി ഇതിലേക്ക് അളന്ന് വെച്ചിട്ടുള്ള വെള്ളം ഒഴിക്കാൻ പോവാണ്. വെള്ളം എത്ര? 1:1.5 എന്നുള്ള കണക്കാണ്. 1:1.5 കേട്ടാ വെള്ളം. 1 കിലോ അരിക്ക് 1 കിലോ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. അത് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് എടുത്തോണ അരി ഏതാ? നമ്മൾ റോസ് കൈമ. റോസ് കൈമ എന്ന് പറഞ്ഞ അരിയാണ്. ജീരകശാല അരി. അത് ഊറ്റി വെച്ചിട്ടുണ്ടാ? ഇല്ല, താഴെ കുതിർത്ത് കുതിർത്ത് എത്ര മിനിറ്റ് വെള്ളത്തിലിട്ടു? 20 മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് ബാക്കി വെള്ളം മാലാനായിട്ട് വെച്ചിരിക്കുകയാണ്. അത് പടിയിലായിരിക്കുന്നത് അടുത്ത് കൊണ്ടുവരണം. ഇനി എനിക്ക് ആവശ്യമായിട്ട് ഉപ്പിടണം. ഉപ്പത്തിന് മുന്നിൽ നിൽക്കണം കേട്ടാ. ഞാൻ അരിക്കായിട്ട് വേറെ ഉപ്പിടില്ലല്ലോ, അപ്പം ഉപ്പ് കൂടുതലിടണം, നിൽക്കണം. ഇനി തിളയ്ക്കണം. തിളയ്ക്കുമ്പോൾ അരി ഇടും. സമയം 9 മണിയാവാൻ 5 മിനിറ്റ്. കിഴി വെച്ച് അരി ഇടാൻ പോകണ്ട. ഞാൻ അരി ഇട്ടു. നമ്മൾ ഈ ഒരു പരുവത്തിൽ ഇത് ഓഫ് ചെയ്യാൻ പോകണം. ഓഫ് ചെയ്തു. ഇതിൻ്റെ മുകളിൽ കുറച്ച് കലാപരിപാടികളുണ്ട്. കുറച്ച് പൈനാപ്പിൾ എസൻസ് ഒഴിച്ച്, നെയ്യ് ഒഴിച്ച്, മിലിമില്ല, ബാക്കിയുള്ള മല്ലിയിലും പുതിനയിലും. ഇതിൽ ചിക്കൻ ഇടില്ല കേട്ടാ ഉള്ളിലേക്ക്. ചിക്കൻ ഇട്ട് വേണമെങ്കിൽ ചെയ്യാല്ലേ? ചിക്കൻ ഇടാൻ വേണേ. അതാകുമ്പോൾ മറ്റേ ഊറ്റിയെടുത്താൽ മതി. ഈ സവാള ഫ്രൈ ചെയ്ത് സവാള ഇത് മൂടി വയ്ക്കാം. സമയം നോക്കിയേ. ഈ ചിക്കൻ്റെ പാത്രമല്ലേ, അത് ഇതിൻ്റെ മുകളിൽ എടുത്ത് വെച്ചൊരു വെയിറ്റ് കൊടുക്കാനായിട്ട്. ഇനി ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്തില്ലേ? തീ ഓഫ് ചെയ്തു. 25 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കും. നമുക്ക് ചോറ് കൂടുതൽ ഗ്രേവി വേണം റൈസിന്റെ കൂടെ. പിന്നെ അത് മാത്രമല്ല ഗ്രേവി ഉണ്ടാവുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ചിലർക്ക് ചോറ് സാധാരണ നമ്മുടെ അരിയിലെ ചോറ് തിന്നാനാണ് താല്പര്യം വെച്ചിട്ട് ഈ ചിക്കൻ കൂട്ടി തിന്നാം.
അപ്പൊ അങ്ങനെ ഗുണമുണ്ട്. പിന്നെ ഈ വെള്ളയപ്പം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളയപ്പം, ചപ്പാത്തി വേണമെങ്കിൽ ചപ്പാത്തി, അങ്ങനെ എന്ത് പൊറോട്ട ആണെങ്കിൽ പൊറോട്ട, അങ്ങനെ എന്ത് വേണമെങ്കിലും ആക്കാൻ പറ്റും. ഇത് ചോറിലിട്ട് ഈ ഇതിലിട്ടിട്ട് കുറച്ച് മറിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളില്ല, അത് മാത്രമേ തിന്നാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ വെക്കുന്നത് കേട്ടാ. ഇതൊന്നും അല്ലാണ്ട് വേറെ മാൾട്ടീസ് വിഭവങ്ങൾ ഞങ്ങള് ഭയങ്കര സാധനം ഉണ്ടാക്കുന്നത്. പറയാൻ പേര് സുഷി. സുഷി അത് ജപ്പാൻകാരുടെ അത് നമുക്ക് ചെയ്യാട്ടാ. അത് പിന്നെ ഒന്ന് ഫ്രീ ആയിട്ട് നമുക്ക് അവിടേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ചെയ്യാം. സുഷി ഇത് പിന്നെ സാധാ ഇത് ആർക്കും വേണമെങ്കിൽ ചെയ്യാലോ. എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനം. വെറുതെ ജസ്റ്റ് ഇതാണ് ഇന്ന് ഉണ്ടാക്കിയത് കാണിച്ചു എന്ന് മാത്രം. ഞങ്ങൾ കുളിച്ച് ഡ്രസ്സ് മാറട്ടെ. ഇപ്പൊ നമ്മുടെ വീട്ടില് വിരുന്നുകാരൊക്കെ വരാൻ തുടങ്ങും. മിക്കവാറും എല്ലാവരും ഉച്ചയ്ക്ക് എത്താറ്. എല്ലാവരും കുറുക്കഞ്ചേരി മറ്റേ അമ്പലത്തിൻ്റെ അവിടേക്ക് വന്ന് കുറച്ച് നേരം കാവടിയൊക്കെ കണ്ടിട്ടാണ് ഇവിടെ എത്താറ്. ഫുഡ് കഴിക്കേണ്ട, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കേണ്ട നേരത്തേക്ക് എല്ലാവരും എത്താറുള്ളൂ. ബിരിയാണി നമ്മൾ ഫൈനൽ സ്റ്റേജ് ആയി, ഇനിയിപ്പോ കഴിക്കാൻ പോവാണ്. അതെ, കുറച്ച് സമയമായിട്ടാ. ഉച്ചയ്ക്ക് ഞങ്ങൾ രാവിലെ ഉപ്പുമാവാണ് കഴിച്ചത്. കുമാരിയേച്ചി മുരുകണനൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ, കാണിച്ചു തരാം. അതന്നെ നമ്മള് ദമ്മ ചെയ്തിട്ടില്ല, നമ്മള് പറഞ്ഞിരുന്നു. ഇപ്പൊ എങ്ങനെ തിന്നപ്പോഴല്ലേ. ഇനിയിപ്പോ സർലാസ് ഒരു പൈനാപ്പിൾ, ഒരെണ്ണല്ല പൈനാപ്പിൾ പീസ് എടുത്തു. പിന്നെ എന്നിട്ടാ സർലാസ് ഉണ്ടാക്കണോന്ന് നമ്മള് കാണിച്ചിട്ടില്ല കേട്ടാ. സർലാസിന് വേറെ ടേസ്റ്റ് ഉണ്ടാവും. അച്ചാറുണ്ട്. അച്ചാർ അമ്മ ഉണ്ടാക്കിയ സൂപ്പർ അച്ചാറ്, നാരങ്ങ അച്ചാറ്. ഇത് അമ്മ ഉണ്ടാക്കിയേ 2-3 കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കിയല്ലോ. ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ളോ? അപ്പൊ പിടിച്ചിട്ടുണ്ടാവോ? പക്ഷെ അമ്മ ചാറ് കൊണ്ടുവന്ന് തന്നത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പൊക്കെ പാർന്നു. നമുക്ക് ഇങ്ങനെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആനതി കൂടെ പോണത് ഇങ്ങനെ കാണാം. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാറപ്പുറത്ത് പൂരം നിരക്കും. നമ്മുടെ കണ്ണംകുളങ്ങരയ്ക്ക് 3 ആനയ്ക്ക് പൂരമുണ്ട്. കണ്ണംകുളങ്ങരയ്ക്ക് കാവടിയില്ല, പൂരാണുള്ളത് 3 ആനയ്ക്ക്. അപ്പോൾ ആനകൾ ഇപ്പോൾ നമ്മൾ പോണ കണ്ടില്ലേ. അപ്പം ഞങ്ങളിങ്ങനെ അത് വെയിറ്റ് ചെയ്തിരിക്കണം. അവിടെ കൊട്ട് തുടങ്ങുമ്പോൾ ഇവിടുന്ന് പോവും. അപ്പോൾ കുമാരി ചേച്ചി ഇതായിരിക്കണു. അവിടെ ഇരിക്കി. ഇതാണ് ഉഷേച്ചി, ചിരിക്കുടുക്കിയാണ്. ചിരി തുടങ്ങിയാ പിന്നെ നിർത്തില്ല, പിന്നെ അടി കിട്ടണം. അത് ഒക്കെ കിട്ടിണ്ടാവും. മൂത്ത അമ്മായിണ്ട്, അച്ഛൻ്റെ ഏറ്റവും മൂത്ത ചേച്ചി. വല്യമ്മായിയുടെ മോളാണ് ഉഷേച്ചി. ഉഷേച്ചിക്ക് 3 പെൺമക്കളുണ്ട്. അവരൊക്കെ കല്യാണം കഴിഞ്ഞുട്ടാ. അവർക്ക് വലിയ പിള്ളേരായി. എന്നിട്ടാണ് ഈ ഇരിക്കണേ. അതന്നെ, അവരുടെ മോളും കല്യാണം കഴിക്കാറായിരുന്നു. എന്നിട്ട് ആള് കണ്ടായിരിക്കുന്നു. കണ്ട ചേട്ടൻ ബിരിയാണി കഴിച്ചതേ ചെരിഞ്ഞു. പിന്നെ ഇവിടെ 2 പേര് അറ്റത്തേക്ക് നീങ്ങിയിരിക്കുന്നുണ്ട്. അതാരാന്നറിയോ? അത് എൻ്റെ അമ്മയുടെ ചേച്ചി ഉണ്ട്, എൻ്റെ വല്യമ്മയുടെ മോനാണ് സജീഷ് ഏട്ടൻ. സജീഷ് ഏട്ടൻ്റെ 2 മക്കൾ. പൂരത്തിന്റെ ഞങ്ങളുടെ അതിഥികളെ പിന്നെ ചേച്ചിക്ക് പണ്ടത്തെ ഉഷേച്ചിക്ക് പണ്ടത്തെ കൂർക്കഞ്ചേരി പൂയത്തിന്റെ ഓർമ്മയുണ്ടേ പറഞ്ഞ ചെറുപ്പത്തിലത്തെ. ഓർമ്മയുടെ കാര്യത്തില് പിന്നില്ല. അതെ, ഒന്നും ഓർമ്മയില്ലേ? ദേ ഇതാണ് സജീഷ് ഏട്ടൻ, അമ്മയുടെ ചേച്ചിയുടെ മോനാണ്. എൻ്റെ വല്യമ്മയുടെ മോനാണ് കേട്ടാ. ഈ സജീഷ് ഏട്ടൻ്റെ മക്കളാണ് അവിടെ ഇരിക്കണത്, കണ്ടത്. ഇവരൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടേക്ക് വരാറുള്ളവരൊക്കെ നേരെ പൂരപ്പറമ്പിലേക്ക് വരാം, കുറുക്കഞ്ചേരി അമ്പലത്തിൻ്റെ അവിടെ നിന്നിട്ട് അവിടെ നിന്ന് ഒരു സെറ്റ് 2 സെറ്റൊക്കെ കാവടി കണ്ടു കഴിയുമ്പോഴേക്കും ഒക്കെ ക്ഷീണിക്കും, വെയിൽ കൊണ്ടൊക്കെ ഇങ്ങോട്ട് പോരും. അങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെറ്റ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് പേര് വിളിച്ചിട്ടുണ്ട് അവിടെ നിന്ന്. ഞങ്ങൾ ഇതേ പൂരപ്പറമ്പിലുണ്ട് എന്നിട്ട് ബാക്കിയുള്ളവർ എത്തിയിട്ടില്ല. അപ്പോൾ ഓരോരുത്തരെ എത്തുമ്പോൾ കാണിക്കാട്ടാ. അപ്പോൾ ഇതാണ് എൻ്റെ 3ാമത്തെ അമ്മായി, സുമതി അമ്മായി, കണ്ണാറിയുള്ള അമ്മായി ട്ടാ. ഇത് മാമൻ.
ഇനി കണ്ണാറയ്ക്ക് പോയിട്ട് നമ്മൾ വേറൊരു വ്ളോഗ് ചെയ്യും. അപ്പോൾ അമ്മായിനെ നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. അമ്മായി ഇങ്ങനെ ഇരിക്കുന്നത് നോക്കണ്ട, ജാതി കോമഡിയാ, വായ തുറന്ന തമാശ മാത്രമേ പറയുള്ളൂ. ഞങ്ങൾ ഇങ്ങനെ ചിരിച്ച് 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 ഇതില് വലിയ കോമഡി ഇല്ലല്ലോ. ഇത് മാമൻ, അമ്മായിയുടെ ഹസ്ബൻഡ്, സദാനന്ദ മാമൻ. ഓ ജാതി ഗൗരവം, ഇത്ര നേരം ചിരിച്ച് തമാശ പറഞ്ഞോടുന്ന ആള് ക്യാമറ കണ്ടപ്പോ ഗൗരവായ. പിന്നെ അമ്മായിയുടെ പേരക്കുട്ടികളാണ് കേട്ടത്. ഇത് അമ്മായിക്ക് 3 പെൺമക്കളാ. അമ്പിളി ധന്യ സംഗീത. ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അവരെ പറ്റിയിട്ടൊക്കെ. എൻ്റെ ചെറുപ്പത്തിലത്തെ കളിക്കൂട്ടുകാര്, അതിലത്തെ ധന്യയുടെ പിള്ളേരാണ് ഇത്. എൻ്റെ പ്രായമാണ് ധന്യയുടെ പിള്ളേരാണ് ഇവർ രണ്ടാളും. സംഗീതയുടെ മോനാണിത്. പിന്നെ അമ്പിളി ഉണ്ട്, അമ്പിളിയുടെ പിള്ളേര്. പിന്നെ സംഗീതയ്ക്ക് വേറെ 2 മക്കളും കൂടി ഉണ്ട്, അവരൊന്നും വന്നിട്ടില്ലേ. പിന്നെ തുന്തുരു ചക്കര ഇവിടെ ഉണ്ട്. ചക്കര മുഖം തരാതെ നടക്കാണ് ഇന്നലെ തൊട്ട്. അവള് ഇത്തിരി ഗ്ലാമർ കൂടുതലാണ് ഞങ്ങളെക്കാളൊക്കെ. അപ്പം അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് അവളിങ്ങനെ മാറി മാറി പോവാ തുന്തുരിൻ്റെ അടുത്ത്. ഇത് എൻ്റെ അമ്മയുടെ അനിയത്തി ഉണ്ട്, വത്സല മേമയുടെ മകൻ സനു. സനൂബ് എന്നല്ല അതിൻ്റെ മുഴുവൻ പേര്. സനു എന്നാണ് ഞങ്ങൾ വിളിക്കുക. പിന്നെ സനു. അപ്പൊ അവന്റെ അമ്മ അതന്നെ കാവടി കറങ്ങണ മറ്റേ തിരിയണേന്റെ ഇടയിലേക്ക് മേമ കയറി പോണ് കണ്ടു എന്ന് പറഞ്ഞു. പിന്നെ മേമേനെ കാണാൻ ഇവ ഇങ്ങോട്ട് പോന്നു. മേമക്ക് അങ്ങനെ ഈ ആൾക്കാര് ഡാൻസ് ഒക്കെ കളിക്കില്ല, ശിങ്കാരി മേള, അതിൻ്റെ ഒക്കെ ഇടയിലൊക്കെ കളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടം. ആള് ഭയങ്കര ആക്റ്റീവാ. അപ്പൊ മേമ ഇങ്ങോട്ട് വരുമ്പോ മേമേനെ കാണിച്ചു തരാം. പിന്നെ ഇവിടെ വന്നിട്ടുള്ള ആരാന്നറിയോ, നമ്മുടെ കുമാരേച്ചിയുടെ മോളുണ്ട് രമ്യനെ നമ്മളന്ന് തെങ്കാശിയിലേക്ക് പോയപ്പോഴൊക്കെ പരിചയപ്പെട്ടതാണ്. രമ്യ ഇവിടെ ഇരിക്കുന്നുണ്ട്. രമ്യയുടെ 2 കുട്ടികൾ, അമ്മയും പിന്നെ ആരാധ്യ. 2 പേര്. എനിക്കും ചേട്ടനും അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകേണ്ടി വന്നതുകൊണ്ട് ഇതൊക്കെ ജഗ്ഗുവാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ചതിൻ്റെ അഭിപ്രായമൊക്കെ അവൻ്റെ അടുത്ത് എടുത്തു വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ചേച്ചിയുടെ മോൻ ഗൾഫിൽ നിന്ന് വന്നാണ്. അവൻ വെച്ച ബിരിയാണിന് അടിപൊളിയായിട്ട്. ഗൾഫിലല്ലേ മാൾട്ടെ ഗൾഫിലായിക്കോട്ടെ. എൻ്റെ ചേച്ചിയേട്ടത് നമ്മള് മാത്രത്തിൽ നേരം വൈകി വരാനായിട്ട്. എൻ്റെ മോനൊക്കെ നേരത്തെ വന്നു. ഞങ്ങൾ കാവടിയൊക്കെ കാണാൻ പോയപ്പോൾ നേരം വൈകി വരാൻ. പൂരപ്പറമ്പിൽ കയറി കാവടിയൊക്കെ കണ്ട് കാവടിയൊക്കെ വന്നു. ഇവിടുത്തെ പൂരത്തിൻ്റെ നേരം ആകുമ്പോഴേക്കുണ്ട്. ഇവിടെ പൂരം ഉണ്ടായിരുന്നു, ചേച്ചിയുടെ ഉണ്ട് അവിടെ. മൂന്നാനിക്ക് അത് കണ്ടു. അച്ചാറ് വേണടാ. അല്ല ടേസ്റ്റ് പൂയും ഭക്ഷണവും ഒക്കെ നന്നായിട്ടുണ്ട്, എല്ലാം നന്നായിട്ടുണ്ട്. അച്ചാറമ്മേച്ചേ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട്. ഞാൻ പറയുന്നതിൽ പ്രസക്തിയില്ല, എൻ്റെ മോൻ ചെയ്തല്ല. അടിപൊളിയായിട്ട് നന്നായിട്ട്. നല്ല ടേസ്റ്റ്. അമ്മയുടെ അഭിപ്രായം പറയാല്ലേ, പുറത്തുനിന്നുള്ളവരൊക്കെ അഭിപ്രായം കേട്ടാ അതിൽ സന്തുഷ്ടത. സന്തുഷ്ടയാണ് ഞാൻ അറിയൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത്രയുള്ളോ? കുഴപ്പമില്ല. മാമന്റെ അഭിപ്രായം
ഞാൻ നേരെ വൈകി കഴിക്കാൻ. എല്ലാവരും കഴിക്കല് കഴിഞ്ഞു. സൂപ്പറായിട്ടുണ്ട്. റൈസിനേക്കാൾ എനിക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടം. ടേസ്റ്റ് ഉണ്ടെന്ന്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ.